ആ ഹലോ. ഈ വാർത്ത കണ്ടില്ലേ? കുറച്ച് ദിവസം മുമ്പുള്ള ഒരു വാർത്തയാണ്. നമ്മുടെ പറവൂരിന്ന് 25 ബംഗ്ലാദേശി സ്വദേശികളെ പിടിച്ചെന്ന് പറഞ്ഞിട്ട്. എറണാകുളം പറവൂരിൽ 27 ബംഗ്ലാദേശ് പൗരന്മാർ വ്യാജ തിരിച്ചറിയൽ രേഖകളോടെ പിടിയിൽ. പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. എന്തായാലും ഞാൻ ഒരു 2 വർഷം മുമ്പ്, 2 വർഷം, ഒരു വർഷം 2 വർഷമൊക്കെ മുമ്പ് ഇവിടെ മുനമ്പത്ത് ട്രോളിങ് നിരോധനം വരുമല്ലോ, ബോട്ടുകളൊക്കെ പോകേണ്ടാവുന്ന സമയത്ത് അവിടെ നിന്നുള്ള ഈ ബോട്ടിൽ പോകുന്ന ഈ ബംഗാളി, ഗുജറാത്തി ഉണ്ടാവില്ല കേട്ടോ, മറ്റേ ആസാമി, ബീഹാറി ഉണ്ട്, യു പി ഉണ്ട്. ഈ 4 സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടങ്ങളിലുള്ളത്. ഇവർ ഈ ട്രോളിങ് നിരോധനം ആകുമ്പോൾ ബോട്ടൊക്കെ നിർത്തുമ്പോൾ നേരെ ഇപ്പുറത്തേക്കാണ് നമ്മുടെ അഴീക്കോടുക്ക്. ഇവിടെ വന്നിട്ട് ഇവിടെ വള്ളത്തിൽ പോകാൻ നിൽക്കും. കാരണം ആ സമയത്ത് വള്ളത്തിൽ പണി നടക്കുന്ന ടൈമാണല്ലോ. അങ്ങനെ ഒരിക്കൽ കുറച്ച് 2-3 ഇങ്ങനെ വന്നിട്ട് നമ്മുടെ IST കോളേജ് കുറയ്ക്കണ ഒരു ഓഫർ ഉണ്ട്, 18 രൂപയ്ക്ക്. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ വരും. അപ്പോൾ കുറയ്ച്ചിട്ട് പിന്നെ തന്നെ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ നമ്മുടെ അൺലിമിറ്റഡ് കോളും ഡാറ്റയും മാത്രമാണ്. ഇവർ ഈ പൈസ കോൾ ചാർജ് കുറയ്ക്കുകയും ചെയ്യും, അതേപോലെ തന്നെ ടോപ്പപ്പ് കയറ്റും, 100 രൂപയുടെ ടോപ്പപ്പും കയറ്റും. അങ്ങനെ ഒരിക്കൽ ആദ്യം ഇങ്ങനെ ഞാൻ കരുതി അല്ല ഗൾഫിലേക്ക് എവിടെയെങ്കിലൊക്കെ വിളിക്കാനായിരിക്കുമെന്ന് വെച്ച്. എന്തായാലും പുറത്തേക്ക് വിളിക്കാനായിരിക്കും IST കോൾ വർക്കണേ. അങ്ങനെ ജിയോ ഉണ്ടോ വന്നിട്ട് 18ൻ്റെ ഇതിൽ നിന്ന് ബംഗ്ലാദേശിലേക്കുള്ള ഓഫർ കട്ട് ചെയ്തവർ ബംഗ്ലാദേശിലേക്ക് കുറയ്ക്കാൻ ഇത് നിർത്തി. അപ്പോഴാന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന പറഞ്ഞ് കിട്ടല്ല ചെയ്തിട്ട് കയറണ്ടായില്ല. അപ്പോൾ പറഞ്ഞ് കയറി. ഇപ്പം ഇവർക്ക് കോള് പൈസ ടൈപ്പ് എന്നോടൊന്നും ചോദിച്ചത് എന്താണ് പൈസ കൂട്ടിൽ കൂട്ടുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എവിടേക്കാണ്? ആ ബംഗ്ലാദേശിലേക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ബംഗ്ലാദേശുകാരാണോന്ന് ചോദിച്ചപ്പോൾ അല്ല ഞങ്ങളുടെ ദോസ്തുണ്ട് അവിടെ, പിന്നെ ബഹനുണ്ട്, ജീജാജി ഉണ്ട്, അങ്ങനെ ഓരോരുത്തരുണ്ടെന്നാണ് പറയണത്. അങ്ങനെ അപ്പം തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. കാരണം ഇവർ നിരന്തരം വന്നിട്ട് കോളൊക്കെ ചെയ്തിരുന്നപ്പം. പിന്നെ തന്നെയല്ല നമ്മളെ നാട്ടിലെ സിം കാർഡാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സിം കാർഡ് എടുത്തുണ്ടാവും. പിന്നെ നമുക്ക് സംശയിക്കണ്ടല്ലോ, ആധാർ കാർഡും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് നാട്ടിൽ സിം കിട്ടണത്. അതുപോലെ തന്നെ ലോക്കൽ അഡ്രസ്സൊക്കെ ആരെങ്കിലും കൊടുക്കാണ്ട് നമുക്ക് സിം കാർഡ് കൊടുക്കാൻ പറ്റില്ല. ഇത് ഞാൻ ഇന്നലെ ഒരു ആസാമി സിം എടുക്കാൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ലോക്കൽ അഡ്രസ്സ് വേണം. ഇങ്ങനെ ആദ്യമൊക്കെ ഞാനും കൊടുത്തിരുന്നിട്ട് 1-2 പേർക്കൊക്കെ, 1-2 കുറച്ച് ആൾക്കാർക്ക് വളരെ അടുത്ത് സ്ഥിരം കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ടാവുന്ന ആൾക്കാരായിട്ട്. അപ്പോൾ ഞാൻ പറയാം 25 ബംഗ്ലാദേശികൾ ഇന്നലെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. ബംഗ്ലാദേശിയല്ല, പക്കടോ എന്നല്ലല്ലോ പറയണേ, ഗിരിഫ്താർ കറോ എന്നങ്ങനല്ലോ പറയണേ. ഞാൻ പക്കടോ എന്നാണ് പറഞ്ഞിട്ടാ. അപ്പോൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ മാലും പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ ഇടയിലും ഇത് അറിയണുണ്ട് നമ്മളിവിടെ ഇതൊക്കെ പിടിച്ചുകൊണ്ട് പോകണേക്കാം. പോലീസ് ചെക്ക് ചെയ്യേണ്ടത് രാത്രിയാണ്. കാരണം ഒരു റൂമിൽ 4 ആളുണ്ടാവും. ഇപ്പം 4 ആളുണ്ടെങ്കിൽ ഒരു റൂം എടുത്തിട്ട് കഴിഞ്ഞാൽ 4 ആളുണ്ട്. ഇപ്പോൾ രാത്രിയും ഇവർ റൂമിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിൽ ഇവർ 4 പേര് ആധാർ കാർഡ് മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുകയുള്ളൂ. ഈ 5-ാമൻ കയറണപ്പോഴെന്ന് പറയാം രാത്രിയാകുമ്പോൾ. കാരണം ഇവൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ പകൽ പണിക്കവും അവിടെയൊക്കെ നടക്കണ്ടാവുമല്ലോ. രാത്രി കിടന്നുറങ്ങാൻ നേരത്തായിരിക്കുള്ളൂ ഇവർ ചെന്ന് കയറണത്. അപ്പോൾ അവൻ്റെ ഒന്നും ഒരു ഷെയർ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പകൽ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇവർ കിട്ടണമെങ്കിൽ രാത്രി ആകുമ്പോൾ പോലീസ് റൂമുകളിൽ ഒരു മിന്നൽ പരിശോധന നടത്തി കഴിഞ്ഞാൽ പിടിക്കപ്പെടാം. കാരണം ഇപ്പോൾ ആദ്യം തന്നെ ഓരോ റൂമിൽ എത്ര ആളുണ്ടെന്ന് ആദ്യം റൂമിന് കൊടുത്തേക്കണ ആളോട് ചോദിക്കാം. ഇപ്പോൾ ബിൽഡിംഗ് ഓണർ ഉണ്ടല്ലോ, അയാളോട് എത്ര പേരിക്കാൻ റൂം കൊടുത്തേക്കണമെന്ന്. അവിടെ ചെല്ലുമ്പോൾ കാണാൻ കൂടുതൽ ആൾക്കാരെ എണ്ണം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പകൽ ചെയ്തിട്ട് അത് ഞാൻ പിടിക്കപ്പെട്ടു. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വന്ന് അന്വേഷിച്ച് ഇപ്പോൾ ഈ 25 ആളെ കിട്ടിയത് ഒരു 2 പെണ്ണുങ്ങളുടെ ഡീറ്റെയിൽസിൽ നിന്നാണല്ലോ അവരെ പിടിച്ചപ്പെടാം എന്ന പോലെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാത്രി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.